ആരുടെ 80,000 വർഷത്തെ ഇബാദത്താണ് അള്ളാഹു താല നഷ്ടപ്പെടുത്തിയത്? അള്ളാഹു താല ലോകത്ത് എണ്ണമില്ലാത്തത്രയും മലായിക്കത്തിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലേ? അവരുടെ നേതാവായിരുന്നില്ലേ അള്ളാഹു താല ശപിച്ച ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്? ആ ഇബ്ലീസിനിക്ക് 80,000 വർഷത്തെ ഇബാദത്ത് ഉണ്ടായിരുന്നു എന്നാ. പിന്നെ എന്തുകൊണ്ടാണ് നശിച്ചു പോയത്? അള്ളാഹു താല നഷ്ടപ്പെടുത്തി കളഞ്ഞത് അഹങ്കാരം എന്ന് പറയുന്ന ഒരൊറ്റൊരു സ്വഭാവം. എന്താ അഹങ്കാരം? സംഭവിച്ചെങ്ങനെയാ? അള്ളാഹു താല ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ആദമിനിക്ക് സുജൂദ് ചെയ്യണം. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു. അന്നത്തെ മലായിക്കത്തിങ്ങളുടെ നേതാവാകുന്ന ഈ ഇബ്ലീസ് അന്ന് ലഅനത്തുല്ലാഹി അലൈഹി ആയിട്ടില്ല. അവൻ അവിടുന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞത് എന്താ? പടച്ചോനെ, ആദം നബി അലൈഹിസ്സലാമിനെ നീ പടച്ചത് മണ്ണുകൊണ്ടാണ്, പക്ഷെ എന്നെ പടച്ചതോ തീ കൊണ്ടാണ്. അപ്പൊ മണ്ണിനേക്കാളും ശക്തി തീനിക്കാണുള്ളത്. മണ്ണിനെ കരിച്ചു കളയാനുള്ള ശക്തി തീനിക്കുണ്ട്. പക്ഷെ തീനിക്ക് സ്വന്തം കഴിവില്ല, അള്ളാഹു താല കൊടുക്കുന്ന കഴിവാണ്. അങ്ങനെ കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിച്ചു കളയാനുള്ള കഴിവ് വേണമായിരുന്നു. കഴിവുണ്ടായിരുന്നില്ല. സയ്യിദന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ പറഞ്ഞപ്പോ വാളിന് ശക്തി ഉണ്ടായിരുന്നില്ല. ഒക്കെ അള്ളാഹു താല കൊടുക്കുന്നതാ. അള്ളാഹുവിനിക്ക് മാത്രമേ കഴിവുള്ളൂ. അപ്പോ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. അപ്പൊ അങ്ങനെ കഴിവുള്ള ഞാനും ഈ കഴിവ് കുറഞ്ഞ ആദം നബി അലൈഹിസ്സലാമുമായാൽ എനിക്കല്ലേ ശക്തി, പിന്നെ ഞാൻ എന്തിനാണ് ആദം നബി അലൈഹിസ്സലാമു മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് എന്ന് അവിടുന്ന് കിബ്ർ കാണിച്ചപ്പോ, കിബ്ർ പറഞ്ഞപ്പോ, ആ കിബ്റിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല 80,000 വർഷത്തെ ഇബാദത്തും നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമുക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറില്ല? കിബ്ർ, അഹങ്കാരം, അണുമണി തൂക്കം അഹങ്കാരം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമ്മളെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എവിടെ നോക്കിയാൽ ചാനൽ കാണാം. എല്ലാവരും പോയിട്ട് ഒന്ന് കാണുക. എന്നിട്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.